അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്ന കാര്യമാണ്. ഒരു ഫോഴ്സ് എപ്പോഴാണ് കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത് എന്നുള്ള ആശയമാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. സോ ആദ്യം കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് പറയാം. കൺസർവേറ്റീവ് ഫോഴ്സ്, ഒരു ഫോഴ്സ് കൺസർവേറ്റീവ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഇൻ ടേംസ് ഓഫ് വർക്ക് ഡൺ ചെയ്യുന്നതിൻ്റെ ടേംസിലാണ് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ള ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്. ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ അല്ലെങ്കിൽ ആ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ എങ്ങനെയാവാം? ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ആവാം, അല്ലെങ്കിൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ ആവാം. ഈ വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ, അത് കൊണ്ടുപോകുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അത്തരം ഫോഴ്സുകളെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ എ എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് നമ്മളൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുന്നു യൂസിങ് എ ഫോഴ്സ്. ഒരു ഫോഴ്സ് ഉപയോഗിച്ച് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുപോകുന്നു. സോ എയിൽ നിന്നും ബിയിലേക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കൊണ്ടുപോകാം, എ സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. മറ്റൊരു പാത്ത് ഒരു സർക്കിളിൻ്റെ മുകളിലൂടെ കൊണ്ടുപോകാം, എലോങ് എ സർക്കിൾ. വേറൊരു ആർബിട്രറി പാത്ത് നമുക്കിങ്ങനെ ചൂസ് ചെയ്തിട്ട് ഇവിടേക്ക് എത്തിക്കാം. സോ എ സി ബി ഒരു പാത്താണ്, എ ഡി ബി എന്ന് പറയുന്നത് മറ്റൊരു പാത്താണ്, എ ഇ ബി എന്ന് പറയുന്നത് മൂന്നാമതുള്ള ഒരു പാത്താണ്. അപ്പോൾ 3 പാത്തിലൂടെ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കുന്നു യൂസിങ് 3 ഡിഫറെൻറ്റ് പാത്ത്. 3 പാത്തിലൂടെയും കൊണ്ടുപോകുമ്പോൾ ഉള്ള വർക്ക് ഡൺ 3 എണ്ണാണെന്ന് കരുതുക. സോ ഡബ്ല്യു എ സി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് ഈ എ സി ബി എന്ന് പറയുന്ന പാത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ ഉള്ള വർക്ക് ഡൺ അത് ഡബ്ല്യു എ സി ബി ആണെന്ന് വിചാരിക്കുക. എ ഡി ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാത്തിലൂടെ കൊണ്ടുപോകുന്ന വർക്ക് ഡൺ ഡബ്ല്യു എ ഡി ബി എന്ന് വിളിക്കാം. ഇനി ലാസ്റ്റ് ഡബ്ല്യു എ ഇ ബി ആണ് അടുത്ത പാത്ത്. അതിലൂടെയുള്ള വർക്ക് ഡൺ ഡബ്ല്യു എ ഇ ബി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ 3 വർക്ക് ഡണ്ണും ഡിഫറൻ്റ് ആയിരിക്കാം. കാരണം നിങ്ങൾ ചിന്തിക്കുമ്പോൾ എ ഇ ബി എന്ന് പറയുന്ന പാത്ത് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് എ ഡി ബി അതിനപേക്ഷിച്ച് കുറവാണ്. ഏറ്റവും ലീസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എ സി ബി ആണ്. അതുകൊണ്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ എ സി ബി എന്ന് പറയുന്ന പാത്തിലൂടെ കൊണ്ടുപോകുന്നതായിരിക്കും വർക്ക് ഡൺ കുറവായിരിക്കുക എന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കാം. നമുക്ക് പരിചിതമുള്ള ഫോഴ്സസിൻ്റെ കേസിലൊക്കെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഈ എയിൽ നിന്ന് ബിയിലേക്ക് ഈ വസ്തുവിനെ കൊണ്ടുപോയ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഈ 3 വർക്ക് ഡണ്ണും ഈക്വൽ ആയിരിക്കും. അതാണ് കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രത്യേകത. സോ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എ ഫോഴ്സ് ഈസ് സെഡ് ടു ബി കൺസർവേറ്റീവ്. ഒരു ഫോഴ്സിനെ കൺസർവേറ്റീവ് ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫോഴ്സ്, ആ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ, ഈ 2 വർക്ക് ഡണ്ണും ആവാം. ഈദർ ദീസ് 2 വർക്ക് ഡൺസ് ആർ ഈക്വൽ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയാലും ഇങ്ങനെ കൊണ്ടുപോയാലും ഒക്കെ ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് 3 പാത്തിലൂടെയും സെയിം വർക്ക് ഡൺ കിട്ടിയത്. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു എങ്കിൽ എ സി ബിയിലൂടെയുള്ള വർക്ക് ഡൺ ആയിരിക്കില്ല എ ഡി ബിയിലൂടെ ഉണ്ടാകുന്നത്, അതായിരിക്കില്ല എ ഇ ബിയിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ പാത്തിനനുസരിച്ച് ഓരോ വർക്ക് ഡൺ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു ഇഫ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്. ബട്ട് ഹിയർ യു ക്യാൻ സീ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത്. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 3 വർക്ക് ഡണ്ണും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് കൺസർവേറ്റീവ് ഫോഴ്സിനെ പറ്റി പറയാനുള്ളത്. എ ഫോഴ്സ് is said to be conservative then work done to bring a body from one point to another point is independent of the path. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതാണ്
കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് എന്ന് പറയുന്നതിനുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ചെയ്ത വർക്ക് ഡൺ, എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകാൻ ചെയ്ത വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് WACB ഈക്വൽ ടു WADB ഈക്വൽ ടു WAEB എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിച്ചത്. ആൻഡ് സച്ച് ഫോഴ്സസ് ആർ സെഡ് ടു ബി കൺസർവേറ്റീവ് ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ബെസ്റ്റ് എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. സെക്കൻഡ് എക്സാമ്പിൾ ഇസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മൂന്നാമത്തെ എക്സാമ്പിൾ സ്പ്രിംഗ് ഫോഴ്സ്. ഇവരൊക്കെ എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇത്തരം ഫോഴ്സുകൾ ചെയ്യുന്ന വർക്ക് ഡൺ എപ്പോഴും എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത് ആയിരിക്കും. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഏത് പാത്തിലൂടെ കൊണ്ടുപോയാലും ഒരേ വർക്ക് ഡൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, സർ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് മനസ്സിലായി. ഏത് പാത്തിലൂടെയാണോ ഈ ഒബ്ജക്റ്റിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ അത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയുമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനീഷ്യൽ പൊസിഷൻ എ ആണ്, ഫൈനൽ പൊസിഷൻ ബി ആണ്. ഇതിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ. ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാം. 4 പ്രോപ്പർട്ടികൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതിൻ്റെ ഡെഫിനേഷനിൽ തന്നെ പറയുന്നുണ്ട്, വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത്. ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ അല്ലെങ്കിൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്, ഈ ഫോഴ്സ് ഉപയോഗിച്ചും കൊണ്ട് നിങ്ങളൊരു ക്ലോസ്ഡ് വർക്ക് ഡൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ക്ലോസ്ഡ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഒബ്ജക്റ്റിനെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഏതൊരു പാത്തിലൂടെ കൊണ്ടുപോയി, പാത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ഏത് പാത്തിലൂടെ വേണമെങ്കിലും കൊണ്ടുപോകാം. എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോവുക. ഇനി ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് തന്നെ കൊണ്ടുവരിക. എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോവുക, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് തന്നെ വരിക. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവന്ന വർക്ക് ഡണിനെ ഞാൻ WAB എന്ന് വിളിക്കുന്നു. ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് കൊണ്ടുവരുന്നതിനെ WBA എന്ന് വിളിക്കുന്നു. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോയ വർക്ക് ഡണിനെ WAB എന്നാണ് വിളിക്കുന്നത്. അത് സപ്പോസ് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക. വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫോഴ്സിന് കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോയതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വന്നത് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ആയിരിക്കും. കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും ആ വർക്ക് ഡൺ ചെയ്തത്. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. സോ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോയി, ആ വർക്ക് ഡൺ WAB. ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് കൊണ്ടുവന്നു, ആ വർക്ക് ഡൺ WBA. ഇനി ഇതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഈ രണ്ട് വർക്ക് ഡണ്ണും ഈക്വൽ ആയിരിക്കും. ബട്ട് ഒരു നെഗറ്റീവ് സൈൻ ഇവിടെ കാണാൻ പറ്റും. WAB ഈക്വൽ ടു മൈനസ് WBA എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിനെയും കൂടി ഇപ്പുറത്തേക്ക് എടുത്ത് എന്താ കിട്ടുക? WAB പ്ലസ് WBA ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, 0 എന്ന് കിട്ടും. ഇതൊരു ഫിസിക്കൽ റെലവൻ്റ് ആയ കാര്യമാണ്. അതായത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് എയിൽ നിന്ന് ബിയിൽ കൊണ്ടുപോയി, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് തന്നെ വന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലോസ്ഡ് ട്രിപ്പ് എന്ന് അതിന് പറയുക. വർക്ക് ഡൺ അറൗണ്ട് എ ക്ലോസ്ഡ് ട്രിപ്പ്. ഇതിനെ വിളിക്കുക ഇങ്ങനെയാണ്, വർക്ക് ഡൺ അറൗണ്ട് എ ക്ലോസ്ഡ് ട്രിപ്പ്. അതിനങ്ങനെയാണ് പറയുക, വർക്ക് ഡൺ അറൗണ്ട് എ ക്ലോസ്ഡ് ട്രിപ്പ്. ആ ക്ലോസ്ഡ് ട്രിപ്പിൽ ചെയ്ത വർക്ക് ഡൺ അതെപ്പോഴും 0 ആയിരിക്കും. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ അറൗണ്ട് എ ക്ലോസ്ഡ് ട്രിപ്പ്, ഒരു ക്ലോസ്ഡ് ട്രിപ്പിൽ ഈ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എപ്പോഴും 0 ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു പോയിന്റ്? ഒന്നാമത്തെ പോയിന്റ്, അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ്, അതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, വർക്ക് ഡൺ അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത്, ക്ലോസ്ഡ് ട്രിപ്പ് അല്ലെങ്കിൽ ക്ലോസ്ഡ് പാത്ത്, അതെന്തായിരിക്കും? 0 ആയിരിക്കും. നാലാമത്തെ പോയിന്റ്, ദ കൺസർവേറ്റീവ് ഫോഴ്സസ് റിലേറ്റഡ് ടു പൊട്ടൻഷ്യൽ എനർജി. ഈ കൺസർവേറ്റീവ് ഫോഴ്സ്
പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിലേഷൻ ഇങ്ങനെയാണ്: കൺസർവേറ്റീവ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ഡിവൈഡഡ് ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി ആർ. ആരാണോ വേരിയബിൾ അതിനനുസരിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഈ കൺസർവേറ്റീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിൽ ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ. പൊട്ടൻഷ്യൽ എനർജീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിളിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ടൊരു നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കുക. അത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഫോഴ്സ് കിട്ടും. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയും കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ. എന്താണ് പറയുന്നത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ദ പൊസിഷൻ വേരിയബിൾ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ വേരിയബിൾ. അതാണ് ഡി വി ബൈ ഡി ആർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, ഈ ഡി വി ബൈ ഡി ആർ എന്നുള്ളതിന് വേറൊരു പേരും പറയും. ദിസ് ഈസ് കോൾഡ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. അപ്പോൾ നോക്കൂ, കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പേര് പറയുക നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണ് പറയാറുള്ളത്. സോ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാനായിട്ട് സാധിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡി വി ബൈ ഡി ആർ എന്നുള്ളതിനെ വിളിക്കുന്ന പേര് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ മൈനസ് സൈനും കൂടെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അതാണ് ഈ കൺസർവേറ്റീവ് ഫോഴ്സ് എഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ നിന്ന് നമുക്കൊരു റിലേഷൻഷിപ്പ് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഡി ആറിനെ പുറത്തേക്ക് ലെഫ്റ്റിലേക്ക് എടുത്താൽ എന്താ കിട്ടുക? എഫ് ഇൻറ്റു ഡി ആർ ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി എന്ന് എഴുതാൻ പറ്റും അല്ലേ? എഫ് ഇൻറ്റു ഡി ആർ ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി. ഓർ ഇത് നമ്മളെ ഡെൽറ്റ നൊട്ടേഷനിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം: എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വി എന്ന് എഴുതാറുണ്ട്. ദിസ് ഇക്വേഷൻ ഇംപ്ലൈസ് എ ഫിസിക്സ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ ഒരു ഫിസിക്സ് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റത്തിൻ്റെ മുകളിൽ കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റായി വർക്ക് ചെയ്താൽ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയും. കൺസർവേറ്റീവ് ഫോഴ്സ് വർക്ക് ചെയ്താൽ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഞാൻ പറഞ്ഞത് നേരെ തിരിച്ചാണ്. ഒരു സിസ്റ്റത്തിൽ കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു. കൺസർവേറ്റീവ് ഫോഴ്സ് വർക്ക് ചെയ്താൽ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു. ആ ഒരു സിഗ്നിഫിക്കൻസ് ഈ ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും. അതിനൊക്കെ ഭയങ്കര മാത്തമാറ്റിക്സ് അറിയണം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നൊരു +1 വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്സ് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ അതിനർത്ഥം അങ്ങനെ ഒരു ഫിസിക്കൽ മീനിങ് ഉണ്ടെന്ന് നിർബന്ധമായിട്ടും അറിയണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്നുകൂടി പറയാം, ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടും. എന്നാൽ വർക്ക് ചെയ്യുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ, വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അതാണ് ചെയ്യുന്നതെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയും. ഐ വിൽ ഗിവ് യു എൻ എക്സാമ്പിൾ. ഈ പറയുന്ന ക്ലോസ്ഡ് ട്രിപ്പിന് എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന് എർത്തിൻ്റെ സർഫസിൽ നിന്നും നിങ്ങളൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് പൊന്തിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ മുകളിലേക്ക് പൊന്തിക്കുന്ന സമയത്ത് ആക്ച്വലി യു ആർ ഡൂയിങ് വർക്ക് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ശരിയല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്കാണ് പൊന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നു, നിങ്ങൾ ഒബ്ജക്റ്റിനെ മുകളിലേക്ക് പൊന്തിക്കുന്നു. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുക ചെയ്യുന്നത്. ശരിയല്ലേ? ഞാനൊരു ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ സർഫസിൽ വെക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0. ഒരു h ഹൈറ്റിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mgh. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടി. മനസ്സിലായോ? കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം നിങ്ങളുടെ പൊട്ടൻഷ്യൽ എനർജി കൂടും. ഒരു സ്പ്രിങ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിൽക്കുന്നു, ഞാനതിനെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക, വലിച്ചു നീട്ടുക എന്ന് വിചാരിക്കുക. ആ സമയത്ത് റീസ്റ്റോറിങ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി വിൽ ഇൻക്രീസ്, അത് കൂടുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി സിസ്റ്റം വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ ഞാനൊരു h ഹൈറ്റ് ഉയരത്തിൽ നിൽക്കുന്ന ഈ ഒബ്ജക്റ്റിനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. h ഹൈറ്റ് ഉയരത്തിൽ നിൽക്കുന്ന ഈ ഒബ്ജക്റ്റിനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പം താഴേക്ക് അത് വീണുകൊണ്ടിരിക്കുകയാണ്. ആരാ താഴേക്ക് കൊണ്ടുവരുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ അതിനെ താഴേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സമയത്ത് വർക്ക് ചെയ്യുന്നത് ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ
അതിനെ ഉയർത്തുന്ന സമയത്താണ് വർക്ക് ചെയ്തത്, നമ്മളതിന് റിലീസ് ചെയ്ത സമയത്ത് താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരികയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് അത് വർക്ക് ചെയ്യുകയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇൻ സച്ച് കേസ് നിങ്ങൾക്കറിയാം, ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു. കാരണം ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് അതിനനുസരിച്ചിട്ടാണ് പൊട്ടൻഷ്യൽ എനർജി കൂടുന്നതും ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കുറയുകയും ചെയ്യുന്നു. സോ താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് പറഞ്ഞത് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് എ കൺസർവേറ്റീവ് ഫോഴ്സ് പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു, വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി ഈ രണ്ട് വർക്ക് ഡണ്ണും ഈക്വൽ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഒബ്ജക്റ്റിനെ ഞാൻ മുകളിലേക്ക് എടുക്കുമ്പോൾ ഐ ആം ഡൂയിങ് വർക്ക് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. തിങ്ക് ഓഫ് ഇറ്റ്. ഞാനൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ വസ്തുവിനെ മുകളിലേക്ക് പൊന്തിക്കുന്നത്. അപ്പം ഞാൻ ചെയ്ത വർക്ക് ഡൺ ഉണ്ടല്ലോ, മുകളിലേക്ക് ഉയർത്തിയത്, അത് ഞാൻ എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ചെയ്തത്? കൺസർവേറ്റീവ് ഫോഴ്സായ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ചെയ്തത്. ഇനി മുകളിലെത്തിയതിനു ശേഷം ഞാനത് റിലീസ് ചെയ്താൽ പിന്നെ ഞാൻ വർക്ക് ചെയ്യണ്ട, അത് താഴേക്ക് വീണോളും. അവിടെ വർക്ക് ചെയ്തത് ആരാണ്? കൺസർവേറ്റീവ് ഫോഴ്സായ ഗ്രാവിറ്റിയാണല്ലോ അതിനെ താഴേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ മുകളിലേക്ക് കൊണ്ടുപോയത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടും താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമാണ് വർക്ക് ചെയ്യുന്നത്. ഈ രണ്ട് വർക്ക് ഡണ്ണും ഈക്വൽ ആയിരിക്കും വിത്ത് ഓപ്പോസിറ്റ് സൈൻ. മുകളിലേക്ക് ഞാൻ 10 ജൂൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ലിഫ്റ്റ് ചെയ്തതെങ്കിൽ ഞാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് വരാൻ ആവശ്യമായ വർക്ക് എത്രയെന്ന് വെച്ചാൽ -10 ജൂൾ ആയിരിക്കും. മുകളിലേക്ക് കൊണ്ടുപോയത് +10 ജൂൾ ആണെങ്കിൽ താഴേക്ക് കൊണ്ടുപോയത് -10 ജൂൾ ആയിരിക്കും. അതെങ്ങനെയാണ് അങ്ങനെ വന്നത്? ദേ ആർ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്ക് WAB ആണെങ്കിൽ ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് കൊണ്ടുപോകാനുള്ളത് WBA ആയിരിക്കും. അത് ഇക്വേറ്റ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് വൈസ് ദേ ആർ ഈക്വൽ, അത് സൈൻ വൈസ് അത് ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ശരി, അപ്പം അതാണ് അതിനെപ്പറ്റി പറയുള്ളത്. അപ്പോൾ എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ളത് പഠിച്ചിരിക്കണം. വർക്ക് ഡൺ ബൈ ഓർ എഗെയിൻസ്റ്റ് എ ഫോഴ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് 3 പാത്തിലൂടെയുള്ള വർക്ക് ഡൺ ഈക്വൽ ആയിട്ട് വരും. ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ബേസിക് ഡെഫിനിഷൻ. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസിനെ മാത്രമായിരിക്കും. ക്ലോസ്ഡ് ട്രിപ്പിലൂടെ ചെയ്യുന്ന വർക്ക് ഡൺ 0 ആയിരിക്കും. പിന്നെ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ടുള്ള അതിൻ്റെ റിലേഷൻ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കൺസർവേറ്റീവ് ഫോഴ്സിനെ, അതാണ് മൈനസ് വരാൻ കാരണേ. കൺസർവേറ്റീവ് ഫോഴ്സാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറയുക ചെയ്യുക. കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നോക്കേണ്ട കാര്യം നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്നുള്ളതാണ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒബേ ചെയ്യാത്തത്, അതായത് വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ ഒരു വർക്ക് ഡൺ, ഇതിലൂടെ പോകുമ്പോൾ മറ്റൊരു വർക്ക് ഡൺ, അതിലൂടെ പോകുന്ന സമയത്ത് വേറെ വർക്ക് ഡൺ, അങ്ങനെ ഓരോ പാത്തിലും ഓരോ വർക്ക് ഡൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാം, അങ്ങനെ പോസിബിളാണ്. അത്തരം ഫോഴ്സുകൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആയിരിക്കും. അവർക്കിതൊന്നും ബാധകമല്ല, ഈ പറഞ്ഞ പ്രോപ്പർട്ടികളൊന്നും ബാധകമല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്. ആ വർക്ക് ഡൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ്: ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് ഒക്കെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് തുടങ്ങിയ ഫോഴ്സസ് ഒക്കെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. അതിന് ഡിസിപ്പേറ്റീവ് ഫോഴ്സ് എന്നാണ് പറയുക. കാരണം അതിൽ എനർജി കൺസേർവ്ഡ് അല്ല, എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് പോകും, ഊർജ്ജ നഷ്ടമുണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്.